പണ്ട് ഞാൻ പഠിക്കാൻ പോണ കാലത്തും ഇപ്പം മക്കളിപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തും എനിക്ക് ഇഷ്ടമുള്ളൊരു ദിവസമാണ് കേട്ടോ ഞായറാഴ്ച. കാരണം അന്ന് 6 ദിവസം നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ട് ഒരു ദിവസം നമുക്കൊരു രാവിലെ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റാൽ മതി, പഠിക്കണ്ട, അങ്ങനെയൊക്കെയുള്ള ഒരു ദിവസമാണല്ലോ. ഇപ്പോഴാണെങ്കിലോ നമ്മൾ 6 ദിവസം മക്കൾക്ക് വേണ്ടിയിട്ട് നേരത്തെ എഴുന്നേൽക്കണം, ഫുഡൊക്കെ റെഡിയാക്കണം, അവരെ സ്കൂളിൽ പറഞ്ഞേക്കണം. അതൊക്കെ കഴിഞ്ഞ് ഞായറാഴ്ച വരുമ്പോൾ നമുക്ക് കുറച്ചൊരു ലേറ്റായിട്ട് എഴുന്നേറ്റാൽ മതി, അങ്ങനെയൊക്കെ ഒരു സംഭവം. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച കൂടെ എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മൾ ചാക്കരി പത്തിരിയും ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ നമ്മൾ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഴുന്നേറ്റ് പാടാതെ നന്നായിട്ട് കഴുകിയിട്ട് ഊറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതിന് ശേഷമാണ് ഞാൻ തലേ ദിവസം അലക്കി വെച്ചിരുന്ന തുണിയൊക്കെ ഉണ്ട്, ഉണക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വാഷിംഗ് മെഷീനിൽ. അതൊക്കെ കൊണ്ട് തോരയിട്ട് വന്നതിന് ശേഷം ആദ്യം ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് കരുതി അതിലേക്കുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് അപ്പോഴേക്കും നീനുട്ടി ഇങ്ങനെ എഴുന്നേറ്റ് വന്ന് എന്നോട് ഇതുവരെ ഫുഡൊന്നും ആയില്ലേ, വിശക്കണുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവൾ ഒരുവിധം ഞാൻ സെറ്റാക്കി സോപ്പിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ വേഗം വേഗം ചിക്കൻ കറിയായി. ഇതാ അരിയൊക്കെ പൊടിച്ച് നമ്മൾ ചുടുവെള്ളമൊക്കെ പാർന്ന് അടിപൊളി അരച്ചുട്ട പത്തിരിയും ചിക്കൻ കറിയും ആദ്യത്തെ തന്നെ നീനുട്ടി കൊടുത്തിട്ടുണ്ട്. എഴുന്നേക്കാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഫസ്റ്റിൽ അപ്പോൾ ആർക്കാണെന്നുള്ള ഒരു തർക്കം അവിടെ നിന്ന് ഇല്ലാതായി കിട്ടിയിട്ടോ. പിന്നെ ഈ രാവിലെ നമ്മൾ ഫുഡൊക്കെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഉച്ചക്കത്തെ ഫുഡ് കുറച്ച് ലേറ്റ് ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. ഒരു 12 മണിയോട് കൂടിയാണ് ഞാൻ ഗീ റൈസൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ നേരമാണ് തുത്ത് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവളോട് സംസാരിച്ചിരുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കാൻ പെട്ടെന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ബോറടിക്കാതെ ഉണ്ടാക്കാൻ പറ്റി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഒരു 3-3:30 തന്നെ ഇന്നത്തെ ചായ കുടിച്ചു വൈകുന്നേരത്തെ. കാരണം നാളെ മുതൽ ഡയറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. നാളെ വൈകുന്നേരം 9 മണി മുതൽ നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ച് 100 ഡേയ്സ് വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ വീഡിയോസ് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, കാണാൻ താല്പര്യമുള്ളവരൊക്കെ ആ സമയത്ത് എന്തായാലും നമ്മൾ വീഡിയോ ഇട്ടിരിക്കും, കാണാൻ മറക്കരുത്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഇതും ഓരോന്നും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നാരങ്ങ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ടും മാങ്ങ ഉപ്പിരുമ്പിയിട്ടും അടുത്തുള്ള വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടും ഇങ്ങനെയുള്ള ഓരോ കലാപരിപാടികളാണ് അവൾക്ക് കേട്ടോ. പിന്നെ പന്ത് കളി, ഓരോരോ പരിപാടികൾ. ഇനിയിപ്പോൾ 2 മാസം എങ്ങനെ നീങ്ങിപ്പോകുന്ന അറിയില്ല. ഈ വെക്കേഷൻ കഴിഞ്ഞ് നോക്കും എന്തെല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു പിടുത്തമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.